So hello all, welcome to SC NEET Academy. So SC NEET Academyയുടെ റാങ്കേഴ്സ് നീറ്റ് 2026 ബാച്ചിൻ്റെ ഫസ്റ്റ് സുവോളജി ക്ലാസ്, അതായത് ബയോളജിയുടെ സെക്കൻഡ് ക്ലാസ്സും സുവോളജി സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനിമൽ ടിഷ്യൂ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾ പുതിയ NCERT നോക്കിയാൽ നിങ്ങൾക്ക് അനിമൽ ടിഷ്യൂ എന്നുള്ളൊരു ചാപ്റ്റർ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. ബട്ട് ഇൻസ്റ്റെഡ് പഴയ ചാപ്റ്ററിൽ പഴയ NCERT നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്നുള്ള ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ ഒരു ചാപ്റ്റർ കാണും. അതിനെ തന്നെയാണ് അനിമൽ ടിഷ്യൂസ് എന്നും കൂടി വിളിക്കുക. സോ ക്ലാസ് 11th ആൻഡ് ക്ലാസ് 12th ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ളൊരു ചാപ്റ്ററും ക്ലാസ് 11th ഹ്യൂമൻ ഫിസിയോളജിയിൽ 6 ചാപ്റ്ററും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ ഈ 6 ചാപ്റ്ററും പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ അനിമൽ ടിഷ്യൂ. സോ ഇന്ന് നമ്മൾ ആ അനിമൽ ടിഷ്യൂവിൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ എന്താണ് അനിമൽ ടിഷ്യൂസ് എന്നും ടൈപ്സ് ഓഫ് ടിഷ്യൂവിനെ കുറിച്ചിട്ടും പിന്നീട് നമ്മൾ ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്നുള്ള ആ ഒരു പേര് വരാനുള്ള ഒരു കാരണം കൂടി നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കടക്കാം. ബിക്കോസ് ആദ്യത്തെ സുവോളജി ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ സുവോളജിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ തരാം. സോ ഇതാണ് നീറ്റിൻ്റെ സുവോളജി സിലബസ്. സോ ഫസ്റ്റ് ചാപ്റ്ററാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. ഇതിനെ തന്നെയാണ് അനിമൽ ടിഷ്യൂസ് എന്നും കൂടി വിളിക്കുക. സോ സെക്കൻഡ് ചാപ്റ്റർ 2nd to 7th ആണ് ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ള യൂണിറ്റ് വരിക. സോ 8th ആൻഡ് 9th 11th തന്നെ ചാപ്റ്റേഴ്സാണ്. ബട്ട് 8th ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ബയോകെമിസ്ട്രി എന്നുള്ളൊരു ബ്രാഞ്ചിൻ്റെ അണ്ടറിലാണ് വരിക. ആൻഡ് 9th ചാപ്റ്റർ അനിമൽ കിങ്ഡം. ആൻഡ് 10 to 14 ഉള്ള ചാപ്റ്റേഴ്സ് 5 ചാപ്റ്റേഴ്സ് ക്ലാസ് 12th നമ്മൾക്ക് നീറ്റ് 2026 പഠിക്കാനുള്ളത്. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ചോദിച്ചാൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ 3 to 4 ആൻഡ് ഹ്യൂമൻ ഫിസിയോളജി ആസ് എ യൂണിറ്റ് എടുത്താൽ 12 to 16 ക്വസ്റ്റ്യൻസ്, അതായത് 2 to 3 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് ചാപ്റ്റർ. ആൻഡ് ബയോമോളിക്യൂൾസ് ആൻഡ് ആനിമൽ കിങ്ഡത്തിൽ 2 to 3 and 4 ക്വസ്റ്റ്യൻസ് റെസ്പെക്റ്റീവ്ലി. ആൻഡ് ക്ലാസ് 12th നിങ്ങൾക്ക് കാണാം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 4 to 5, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് 2 to 3 ആൻഡ് ബയോടെക്നോളജി 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ബയോടെക്നോളജി പ്രിൻസിപ്പൾ ആൻഡ് പ്രോസസ് ആൻഡ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. സോ അതിൽ 6 to 8 ക്വസ്റ്റ്യൻസ് ഫ്രം 2 ചാപ്റ്റേഴ്സ് ആൻഡ് ഫ്രം ഇവല്യൂഷൻ 2 ക്വസ്റ്റ്യൻസ്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ 180 മാർക്ക് സുവോളജിയിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. സോ ഒരു വലിയൊരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മളുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ അതാണ് ആനിമൽ ടിഷ്യൂസ്. സോ സുവോളജിനെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചു. സോ സുവോളജി എന്ന് വെച്ചാൽ സൂ പ്ലസ് ലോജി എന്നുള്ള 2 ടേം കമ്പൈൻ ചെയ്തിട്ടാണ് സുവോളജി എന്നുള്ളൊരു ടേം ഉള്ളത്. സോ സുവോൺ എന്ന് വെച്ചാൽ ആനിമൽസ് ആൻഡ് ലോജി എന്ന് വെച്ചാൽ സ്റ്റഡിയാണ്. സോ സ്റ്റഡി ഓഫ് ആനിമൽസിനെയാണ് സുവോളജി എന്ന് പറയുന്നത്. സോ ആനിമൽസിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും? ആനിമൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരാദ്യം മൾട്ടി സെല്ലുലാർ ആയിരിക്കും, അതായത് കുറേ സെൽസുകൾ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. പിന്നീട് യൂക്കാരിയോട്ട് ആയിരിക്കും സെൽസിൻ്റെ ടൈപ്പ്, അതായത് ട്രൂ ന്യൂക്ലിയസ് ആയിരിക്കും. സോ യൂക്കാരിയോട്ട്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ബയോളജിയിൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നമ്മൾ ഒരു ലെക്ചർ മൊത്തം അത് യൂക്കാരിയോട്ട്സിൻ്റെ സെല്ലും അവരുടെ സ്ട്രക്ചറും ഒക്കെ കുറിച്ചിട്ടായിരിക്കും. സോ അത് നിങ്ങൾ പേടിക്കേണ്ട, അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ആനിമൽസിൻ്റെ മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ ഹോളോജോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സെൽ വോൾ ഈസ് ആബ്സെൻറ്റ്. സെൽ വോൾ പ്രസൻറ്റ് ആരുടെ കയ്യിലാണ്? പ്ലാന്റ്സിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ. ഓക്കെ, സോ ഹോളോജോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നുള്ളതാണ് ആനിമൽസിൻ്റെ പ്രത്യേകത. എന്താണ് ഈ ഹോളോജോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് ചോദിച്ചാൽ ഫുഡ് ഈസ് ടേക്കൺ ഔട്ട് ത്രൂ എ ഹോൾ ആൻഡ് ഈസ് ഡൈജസ്റ്റഡ്, അതായത് ഫസ്റ്റ് ഇൻജഷൻ ദെൻ ഡൈജസ്റ്റൻ എന്നാണ് ഹോളോജോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ്റെ മീനിങ്. അതായത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായത് ഒരു ഹൈഡ്രയുടെ ഇമേജ് ആണ്, അതിൻ്റെ ടെൻറ്റക്കിൾസൊക്കെ കാണാം. സോ ഇത് ഒരു ആനിമലാണ്, മൾട്ടി സെല്ലുലാറാണ്, യൂക്കാരിയോട്ടാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഫുഡ് ഒരു ഹോളിലൂടെ ഫുഡ് പോയി എന്നിട്ട് ഉള്ളിൽ പോയി ഡൈജഷൻ. സോ ഇതിനെയാണ് ഹോളോജോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ കേസിലാണെങ്കിലോ ഫുഡ് മൗത്തിലൂടെ പോയി എന്നിട്ട് ഫാരിങ്സിലൂടെ പോയി
എന്നിട്ട് സ്റ്റൊമക്കിലോട്ടെത്തി, എന്നിട്ട് അവിടുന്ന് ഡൈജഷൻ, പിന്നീട് എക്സ്ക്രീഷൻ. സോ ഫുഡ് ആദ്യം ഇൻടേക്ക് ചെയ്തു ആൻഡ് ദെൻ ഡൈജഷൻ. സോ അതിനെയാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുക. ഓക്കെ, സോ ആനിമൽസിൻ്റെ വേറൊരു പേരാണ് മെറ്റാസോവൻസ്. സോ മെറ്റ എന്ന് വെച്ചാൽ ഇവോൾവഡ് ലേറ്റർ. സോ പ്രോട്ടോസോവൻ കഴിഞ്ഞ് വന്നവരാണ് ആനിമൽസ്. സോ പ്രോട്ടോസോവൻസ് എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ഓഫ് ആനിമൽസ്, ആൻഡ് മെറ്റാസോവൻസ് എന്ന് വെച്ചാൽ പ്രോട്ടോസോവൻ കഴിഞ്ഞ് വന്നവർ. അതാണ് ഇപ്പോഴുള്ള ആനിമൽസിൻ്റെ വേറൊരു പേരും കൂടിയാണ് പ്രോട്ടോസോവൻസ് ഉള്ളത്, മെറ്റാസോവൻസ് എന്നുള്ളത്. സോ മെറ്റാസോവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ സെയിം ആണ്, മൾട്ടി സെല്ലുലാർ, യൂകാരിയോട്ടിക്, ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സെൽ വോൾ ആബ്സെൻറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇനി നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോ 2 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്, ഏതാണ് ശരി എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. സോ സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ്? ഓൾ ആനിമൽസ് ആർ മെറ്റാസോവൻസ്. ആൻഡ് ബി മൾട്ടിസെല്ലുലാർ യൂകാരിയോട്ട് വിത്ത് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ആനിമൽസ് എന്നുള്ളത്. ഇത് ശരിയാണല്ലോ, ശരിയാണ്. ഓൾ ആനിമൽസ് ആർ മെറ്റാസോവൻസ്, അതും ശരിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അതായത് ആനിമൽസിൻ്റെ തന്നെ വേറൊരു പേരാണ് മെറ്റാസോവൻസ് എന്നുള്ളത്. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സോ ഓപ്ഷൻ എ, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരിയുള്ള ഉത്തരം. സോ ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്നുള്ള ഈ ഒരു ഇതിൻ്റെ പേര് വരാനുള്ള കാര്യമാണ് ഞാൻ ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ഹ്യൂമൻ ഫിസിയോളജിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് റിലേറ്റഡ് ടു ഓർഗൻ സിസ്റ്റം, ഓർഗൻസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കാൻ പോയാൽ, ഞാൻ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ, അതായത് മോൾ കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയ യൂണിറ്റ് ഓഫ് മാറ്റർ ആണ് ആറ്റം എന്ന്. ആറ്റം ചേർന്നിട്ടാണ് കോമ്പൗണ്ട് ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ കോമ്പൗണ്ടും അല്ലെങ്കിൽ മോളിക്യൂൾസൊക്കെ ഉണ്ടാക്കുക ആറ്റംസ് ചേർന്നിട്ടാണ് എന്ന്. സോ ആറ്റംസ് ചേർന്നിട്ടാണ് ബയോമോളിക്യൂൾസ് ഉണ്ടാക്കുക, അതായത് കാർബൺ, ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ്റെ ആറ്റമൊക്കെ ചേർന്നിട്ടാണ് C6H12O6 ആയ ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കറിയാം. സോ ഇങ്ങനത്തെ ഗ്ലൂക്കോസ് പോലത്തെ ബയോമോളിക്യൂൾസ് ഒക്കെ ചേർന്നിട്ടാണ് സെൽ ഓർഗനൽസ് ഉണ്ടാവുക. ഗ്ലൂക്കോസും പ്രോട്ടീനും ഒക്കെ ചേർന്നിട്ടാണ് സെൽ ഓർഗനൽസ് ഉണ്ടാവുക. കുറേ സെൽ ഓർഗനൽസ് ചേർന്നിട്ടാണ് സെൽസ് ഉണ്ടാവുക. സെൽസ് ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുക. ടിഷ്യൂ ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാവുക. സോ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ പേരാണ് ഓർഗനൈസേഷൻ. അതായത് ഓർഗൻ്റെ പേര്, അതായത് ഓർഗൻ ഉണ്ടാകുന്ന ആ പ്രോസസ്സിനാണ് ഓർഗനൈസേഷൻ എന്ന് പറയുക. സോ അതുകൊണ്ട് തന്നെ ഈ സ്ട്രക്ചറുകൾ ആയിട്ട് ഒരു ചിട്ടയോടെ നമ്മളുടെ ഓർഗൻസ് ഉണ്ടാവുന്നതിനെയാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുക. അതായത് നമ്മളുടെ ബോഡിയിൽ കറക്റ്റായിട്ട് ഉള്ള രീതിയിൽ നമ്മളുടെ ഓർഗൻസ് ഒക്കെ അലൈൻഡ് ആയിട്ട് ഈ സെൽസും ടിഷ്യൂസും ഒക്കെ ചേർന്നിട്ട് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് നമ്മൾ പേര് വെക്കുക. സോ അങ്ങനെയാണ് ഈ ചാപ്റ്ററിൻ്റെ നെയിം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് വന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഓർഗനൈസേഷൻ, അതായത് ഓർഗൻ ഉണ്ടാകുന്ന രീതി ഇൻ ആനിമൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രൈമറിലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ടിഷ്യൂസ് ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാവുക. പിന്നീട് കുറേ ഓർഗൻസ് അവരുടെ ഇൻ്ററാക്ഷൻ ഫിസിക്കലി അല്ലെങ്കിൽ കെമിക്കലി നടത്തിയിട്ടാണ് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാവുക. ഓക്കെ, സോ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണിത്. ഓർഗാനിസം 2 ടൈപ്പ് ഓർഗാനിസം ആണുള്ളത്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ചാൽ ഒറ്റ സെല്ലാണ്, അത് തന്നെയാണ് ഡൈജഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ നടത്തുക. സോ മൾട്ടി സെല്ലുലാറിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. സോ ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് അവർ കമ്പൈൻ ചെയ്തിട്ട് ഓരോ സെൽസ്, ഓരോ പെർട്ടിക്കുലർ ടൈപ്പ് സെൽസ് അവരുടേതായ സ്പെസിഫിക് ഫങ്ഷൻ നടത്തും. സോ അതിനെയാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത. സോ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഡൈജഷൻ, അതായത് ആ ഫുഡ് ഇൻടേക്ക് ചെയ്ത ഫുഡിനെ എനർജി ആയിട്ട്, അതായത് ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈജഷൻ.
സോ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ആ ഫുഡ് കൺസ്യൂം ചെയ്ത് ഉണ്ടാക്കിയ ഗ്ലൂക്കോസിനെ ATP ആയിട്ട്, അതായത് എനർജി കറൻസി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് റെസ്പിറേഷൻ. സോ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ ആ റെസ്പിറേഷൻ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ എലിമിനേഷൻ ഫ്രം ദ ബോഡിനാണ് എക്സ്ക്രീഷൻ. സോ റീപ്രൊഡക്ഷൻ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, അതായത് ഗിവിങ് ബർത്ത് ടു ദ യങ് വൺസിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുക. സോ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഈ 4 പ്രോസസ്സും ആ ഒറ്റ സെല്ലിൽ തന്നെ നടക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് ഓരോ കാര്യങ്ങളിലും അതായത് ഓരോ സ്പെസിഫിക് ഫങ്ഷനിലും ഓരോ ടൈപ്പ് ഓർഗൻസ് ഉണ്ടാവും. അത് എങ്ങനെയാണ് ഉണ്ടാവുക? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ചേർന്ന് ടിഷ്യൂ ഉണ്ടാക്കി, ആ ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടാക്കി എന്നതാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? സോ ഇനി നമ്മൾ ആനിമൽ ടിഷ്യൂസ് എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ടിഷ്യൂയുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ടിഷ്യൂസ് ആർ ഫോംഡ് ബൈ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്. നിങ്ങളിത് കാണാം, ഇതൊരു സിംഗിൾ സെല്ലാണ്. സോ ഒരു സെക്കൻഡ്. സോ ഇതൊരു സിമ്പിൾ സെല്ലാണ്. സോ ഈ സെൽസ്, ഇതുപോലത്തെ കുറേ സെൽസ് ചേർന്നിട്ടാണ്, സിമിലർ സെൽസ് ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂസ് ഉണ്ടാക്കുക. സോ ടിഷ്യൂവിൻ്റെ പ്രത്യേകത ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആണ്. പിന്നെ അവരുടെ നടുവിൽ ഒരു ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസ് ഉണ്ടാവും, അതിനാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുക. സോ ഇവരൊക്കെ ചേർന്നിട്ട് ഒരു സ്പെസിഫിക് ഫങ്ഷനും നടക്കും. എന്നിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് സെൽസ് ടിഷ്യൂസ് ആയി. ടിഷ്യൂസ് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതേപോലത്തെ ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ആവും. ഈ ഓർഗൻസ് ഒക്കെ ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം ഡെവലപ്പ് ആവുക. സോ ഇങ്ങനെയാണ് നമ്മളുടെ ബോഡിയിലത്തെ ഓർഗനൈസേഷൻ നടക്കുക എന്നാണ് ഈ ഫ്ലോ ചാർട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയും സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, ഇതിനെയാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ഈസ് കോൾഡ് ആസ് ഹിസ്റ്റോളജി. ക്ലിയർ അല്ലേ? സോ ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ടിഷ്യൂസ് എന്ന് വെച്ചാൽ കുറേ സെൽസുകൾ ചേർന്നു, എന്നിട്ട് ആ സെൽസുകൾ ചേർന്നിട്ട് ഒരു ടിഷ്യൂസായി മാറും. സോ ആ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? സെൽസ് ഉണ്ട് കുറേ എണ്ണം, പിന്നീട് ഒരു ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസ് ഉണ്ടാവും. അതായത് ഇന്റർ സെല്ലുലാർ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ദ സെൽസ്, അതിനെ മാട്രിക്സ് എന്നും വിളിക്കും. എന്നിട്ട് അവരൊരു സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യും, അതിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇനിയാണ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. സോ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് നമ്മളുടെ മൊത്തം ബോഡിയിലുള്ള ടിഷ്യൂസ് 4 ടൈപ്പാണ് ഇൻ ഹ്യൂമൻ ബോഡി. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ എപ്പിത്തേലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തേലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ ആണ് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലുള്ള 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അടുത്ത ലെക്ചറുകളിൽ നമ്മൾ ഓരോ ടിഷ്യൂവും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ എപ്പിത്തേലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്, അതായത് ഈ ടിഷ്യൂ ചേർന്നിട്ടാണല്ലോ ഓർഗൻസ് ഉണ്ടാവുക. സോ ഈ എപ്പിത്തേലിയൽ ടിഷ്യൂ എന്ത് ചെയ്യും? ഈ ഹോളോ ഓർഗൻസ്, അതായത് പൊള്ളയായ ഓർഗൻസിനെ കവറിങ്ങും ലൈനിങ്ങും ചെയ്യുന്നതായിരിക്കും ഈ എപ്പിത്തേലിയൽ ടിഷ്യൂസിൻ്റെ ജോലി. കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു സിനാപ്റ്റിക് വെസിക്കലാണ്. ഇതിന്ന് വേറൊരു ടിഷ്യൂവിലോട്ട് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ. സോ നമ്മളിത് ഓരോരോ ടിഷ്യൂസും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലെക്ചർ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോയിൽ പറയുന്നതാണ്. സോ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയേക്കുന്നത്: എപ്പിത്തേലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. സോ എപ്പിത്തേലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് കവറിങ് ആൻഡ് ലൈനിങ് ഓഫ് ഹോളോ ഓർഗൻസ്. ഹോളോ ഓർഗൻസ് എന്ന് വെച്ചാൽ അത് പൊള്ളയായിട്ടുള്ള ഓർഗനാണ്. അത് നിങ്ങളുടെ ലങ്സിലത്തെ ആൽവിയോളയാവാം, ബ്രോങ്കിയോൾസ് ആവാം, പിന്നെ നമ്മളുടെ ഫീമെയിലിലത്തെ ഫെലോപ്പിയൻ ട്യൂബ് ആകാം. ഇതൊക്കെയാണ്
ഹോളോ ഓർഗൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ അതിൻ്റെ ഒക്കെ കവറിംഗ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ നടക്കാം. കണക്റ്റീവ് ടിഷ്യൂ 2 ഓർഗൻസിൻ്റെ നടുവിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് കണക്റ്റീവ് ടിഷ്യൂ. മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ് ആണ് നമ്മളുടെ ബോഡിയിൽ ഹെൽപ്പ് ചെയ്യുക. സോ മസ്കുലാർ ടിഷ്യൂവിലത്തെ ടിഷ്യൂകളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ എക്സൈറ്റബിൾ ആണ്, അവർ കോൺട്രാക്റ്റിബിൾ കൂടിയാണ്. എക്സൈറ്റബിൾ എന്ന് വെച്ചാൽ അവരുടെ ചാർജ് മാറും. അതായത് അത് ഞാൻ പിന്നെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലാണ് അത് വരിക. സോ ഇപ്പോൾ മനസ്സിലാക്കി വെക്കാം. ജസ്റ്റ് മനസ്സിലായില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻ്റ് ഉള്ള ചാപ്റ്ററിൽ ഞാൻ മസിലിൻ്റെ എക്സൈറ്റബിലിറ്റിയുടെ മീനിങ് വൃത്തിക്ക് പറഞ്ഞിരുന്നതായിരിക്കും. സോ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. കോൺട്രാക്റ്റിബിലിറ്റി എന്നുള്ളതും മസ്കുലാർ ടിഷ്യൂവിൻ്റെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. സോ ന്യൂറൽ ടിഷ്യൂ എന്താണ് ചെയ്യുന്നത്? ന്യൂറൽ ടിഷ്യൂ എന്ന് വെച്ചാൽ ഒരു വയറ് പോലെയാണത്. സോ അവരുടെ ഫങ്ഷനും അത് തന്നെയാണ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ് ന്യൂറൽ ടിഷ്യൂടേത്. സോ ന്യൂറൽ ടിഷ്യൂവിൻ്റെ പ്രത്യേകത കൂടി എന്താണെന്ന് വെച്ചാൽ അവരും ടിഷ്യൂസ് ഓഫ് ന്യൂറൽ സെൽസ് ആർ എക്സൈറ്റബിൾ ആൻഡ് കണ്ടക്റ്റബിൾ. സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. 4 ടൈപ്സ് ഓഫ് ടിഷ്യൂ ആണ് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്: എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. സോ ഇവരുടേതായ ഫങ്ഷൻസ് ഇതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു അനിമൽ ടിഷ്യൂ മാത്രമാണ്. സോ അടുത്ത ലെക്ചറിൽ ഞാൻ ഓരോ ടിഷ്യൂസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ്, ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ. സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. സോ ഹോംവർക്ക് അത് ഇന്നെന്നല്ല, എപ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് NCERTയും ക്ലാസ് നോട്ട്സും ഒന്ന് വായിക്കുക എന്നുള്ളതാണ്. സോ അത് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് 180 ഓഫ് 180 ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ അതുവരെ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു. അനിമൽ ടിഷ്യൂവിൻ്റെ ക്ലാസ് ഇത്ര തന്നെയായിരുന്നു. സോ താങ്ക് യു. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ചെറിയ ക്ലാസ്. അടുത്ത ക്ലാസ് ഇച്ചിരി കൂടി ലെന്തി ആയിരിക്കും. സോ അനിമൽ ടിഷ്യൂസിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഈ 4 ടിഷ്യൂസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു. ബൈ ബൈ.